മധ്യപ്രദേശിലെ മൊറേന ജില്ലയിൽ ഖടിയാർ ഗ്രാമത്തിൽ പ്രവർത്തിച്ചിരുന്ന മദ്രസ ഐഷ ഇസ്ലാമിക എന്ന ഒരു മദ്രസ സ്ഥാപനത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു പരിശോധനയിൽ, അതായത് പോലീസ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു റെയ്ഡിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ നമ്മുടെ രാജ്യത്ത് ഉള്ള ചില മദ്രസകളിലടക്കം ചില സുരക്ഷാ പ്രശ്നങ്ങളുള്ള ഒരു മദ്രസയുണ്ട്. പാകിസ്ഥാനുമായി പിന്താങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ചില സംശയങ്ങളെല്ലാം തന്നെ ഈ ചില മദ്രസകളിലൊക്കെ എല്ലാ കാലത്തും സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, മധ്യപ്രദേശിലെ മൊറീന ഖരിയാഹാർ മദ്രസയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. അതായത് മദ്രസ എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾക്ക് മാത്രമുള്ള ഒരു പഠനശാലയാണ് മദ്രസ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ മുസ്ലിം കുട്ടികളായിരിക്കണം അവിടെ പഠിക്കേണ്ടത്. പക്ഷേ ഇവിടെ 90% ഹിന്ദു വിദ്യാർത്ഥികളുടെ പേരുകളാണ് ആ മദ്രസയിലെ അറ്റൻഡൻസ് ബുക്കുകളിലടക്കം ബാലഭാഷാ സംരക്ഷണ കമ്മീഷൻ അടക്കമുള്ളവർ കണ്ടെത്തിയത്. മധ്യപ്രദേശ് ബാലഭാഷാ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ നിവേദിത ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മദ്രസ ഐഷ ഇസ്ലാമിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നടത്തിയ ഒരു പരിശോധന, അതായത് ബാലാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ നാഷണൽ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സും സംയുക്തമായി നടത്തിയ ഒരു പരിശോധനയിലാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അങ്ങനെ ഒരു ക്രമക്കേടുകളാണ് ഇപ്പോൾ ജനതാ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണവും ഹാജരും തമ്മിലുള്ള വ്യത്യാസം, കൂടാതെ യോഗ്യതയില്ലാത്ത അധ്യാപകർ, മറ്റ് അനധികൃത പ്രവർത്തനങ്ങൾ എന്നിവ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ്. അധ്യാപകർ ആരും തന്നെ മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരുന്നില്ല. മദ്രസ ഡയറക്ടറും പ്രിൻസിപ്പാളും സ്ഥലത്തുണ്ടായിരുന്നില്ല. മദ്രസയുടെ 2 മുറികളിലായി 35 വിദ്യാർത്ഥികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ രജിസ്റ്ററിൽ 448 വിദ്യാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 90% ഹിന്ദുക്കളായിരുന്നു. പരിശോധനയെ തുടർന്ന് മദ്രസ സീൽ ചെയ്യുകയും അഫിലിയേഷൻ റദ്ദാക്കാനുള്ള കടുത്ത നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്രസയുടെ രേഖകളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി എത്ര സർക്കാർ ആനുകൂല്യങ്ങൾ, ഗ്രാന്റുകൾ ഇവർ വെട്ടിച്ചു എന്നതിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. കമ്മീഷന്റെ ഒരു കണക്കനുസരിച്ച്, അതായത് ബാലഭാഷ കമ്മീഷന്റെ ഒരു കണക്കനുസരിച്ച് രേഖകളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന കുട്ടികളിൽ ഏകദേശവും 90% ഹിന്ദുക്കളായിരുന്നു. ഈ കുട്ടികളുടെ വിശദാംശങ്ങളും മദ്രസ രേഖകളിൽ അവരുടെ പേരുകളും രേഖപ്പെടുത്തിയതിന്റെ കാരണവും അന്വേഷിക്കും. എന്തുകൊണ്ടാണ് അവിടെ മുസ്ലിം കുട്ടികൾക്ക് പകരം അവിടെ ഹിന്ദു കുട്ടികൾ മദ്രസയിലേക്ക് വന്നത് എന്നടക്കമുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ കുട്ടികളുടെയും യഥാർത്ഥ സ്ഥിതി പരിശോധിച്ച ശേഷം അടുത്തുള്ള പ്രൈമറി സ്കൂളുകളിൽ പ്രവേശനം നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മദ്രസകൾ പ്രവർത്തിക്കുകയും മതപരമായ വിദ്യാഭ്യാസം നൽകുകയും വേണം. എന്നാൽ സ്ഥാപിത നിയമങ്ങൾക്കുള്ളിലും കുട്ടികളുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയും ആയിരിക്കണം. കുട്ടികൾക്ക് സുരക്ഷിതവും അതോടൊപ്പം തന്നെ ആരോഗ്യകരവും ഗുണനിലവാരമില്ലാത്തതുമായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശമുണ്ട്. കൂടാതെ അന്വേഷണത്തിൽ രജിസ്റ്റർ ചെയ്ത 448 കുട്ടികളിൽ 35 പേർ മാത്രമേ ഹാജരായിട്ടുള്ളൂ എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. മദ്രസ ഡയറക്ടർ, പ്രിൻസിപ്പാൾ തുടങ്ങിയവർ ഹാജരായിരുന്നില്ല. അധ്യാപകർ ആരും മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരുന്നില്ലെന്നും ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ നിവേദിത ശർമ്മ പറയുന്നു. മദ്രസ ഓഫീസിൽ ഗോതമ്പ് ചാക്കുകൾ സൂക്ഷിച്ചിരുന്നു. കൂടാതെ ദേശീയ പതാക മാന്യമായ രീതിയിൽ പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. ദേശീയ പതാകയ്ക്ക് ഒരു മൂലയിൽ ചുരുട്ടിക്കൂട്ടി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മദ്രസയിൽ ഉണ്ടായത്. മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും ലഭ്യമായിരുന്നില്ല. വിദ്യാർത്ഥി സ്കോളർ രജിസ്റ്ററുകൾ, ഹാജർ രജിസ്റ്ററുകൾ, അധ്യാപക രേഖകൾ, പോലീസ് വെരിഫിക്കേഷൻ, അക്രഡിറ്റേഷൻ രേഖകൾ, ഉച്ചഭക്ഷണ രേഖകൾ മുതലായവ ഒന്നും തന്നെ മദ്രസയിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. മദ്രസ 2 മുറികളിലാണ് പ്രവർത്തിക്കുന്നത്. ടോയ്ലറ്റുകളോ കുടിവെള്ളമോ ഇല്ല. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ ഒരുമിച്ചിരുന്നു. 6 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. സമാനമായ മറ്റു പോരായ്മകളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കമ്മീഷൻ ചെയർമാൻ പറയുന്നത്. ഇത് മദ്രസയാണോ അതോ കുട്ടികളെ ഏതെങ്കിലും തരത്തിലേക്ക് അവരുടെ മനസ്സ് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനമായി മദ്രസ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ചെയർപേഴ്സൺ നിവേദിത പുറത്തേക്ക് വിട്ട, അല്ലെങ്കിൽ നിവേദിത ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്.